നമസ്കാരം, എൻ്റെ പേര് അമൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഒരു തവണയെങ്കിലും സംഭവിച്ചിട്ടുള്ളതും എന്നാൽ അധികം എങ്ങും പറഞ്ഞു കേൾക്കാത്തതും കിട്ടിയവരും കൊടുത്തവരും എല്ലാം നൈസായിട്ട് വിട്ടുകളയുന്നതുമായ ഒരു ഇഷ്യൂ, തേപ്പ്. അതെ, തേപ്പിനെ കുറിച്ച് പറയാനാണ്. നല്ലൊരു തേപ്പ് കിട്ടി അടവടലം മൂഞ്ചിയിരിക്കുവാണ്. തന്നത് 3 വർഷം സ്വന്തം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പെൺകുട്ടി തന്നെയാണ്. പെൺകുട്ടിയുടെ പേര് ഗോപിക. പുള്ളിക്കാരി ഇപ്പോൾ കേരള മാട്രിമോണി രവിപുരം ഓഫീസിൽ, ഹെഡ് ഓഫീസിൽ ടെലികോളർ ട്രെയിനായിട്ട് വർക്ക് ചെയ്യുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയെടുക്കൽ, ചീറ്റിങ് തുടങ്ങിയ നിരവധി വകുപ്പുകൾ ചേർത്ത് ഈ പെൺകുട്ടിക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയേണ്ടത് കേരള മാട്രിമോണി മാനേജ്മെൻറ്റിനോട് എൻ്റെ ഈ ചോദ്യം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള മാട്രിമോണി പോലെ ഇത്ര പേരും പ്രശസ്തിയും ക്രെഡിബിലിറ്റിയുമുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കേരള മാട്രിമോണി മാനേജ്മെൻറ്റിന് ഒരു മെയിൽ അയക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ പെൺകുട്ടിക്കെതിരെ കേരള മാട്രിമോണി രവിപുരം ഓഫീസിന് മുന്നിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണയോടുകൂടി എൻ്റെ കൂടെ നിൽക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒന്നും വേണ്ട, വിട്ടുകളയാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി എന്നെക്കുറിച്ച് വളരെ മോശവും അപമാനകരവുമായ രീതിയിൽ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു നടക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോലും എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ ഞാൻ ഇടയായി. ഞാൻ ആലോചിക്കുകയാണ്, ഇത് തന്നെയായിരിക്കത്തില്ല ഈ പെൺകുട്ടി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. അവളുടെ സുഹൃത്തുക്കളും അവളെ അറിയാവുന്നവരും എല്ലാവരുടെയും മുമ്പിൽ അവളുടെ ലൈഫിൽ വില്ലനാണ് ഞാനിപ്പോൾ. എൻ്റെ ഭാഗം ആരും കേൾക്കാൻ തയ്യാറാകുന്നില്ല. എനിക്കും പറയാനുണ്ട്. ഒരു സൈഡ് മാത്രം കേട്ടാൽ പോരല്ലോ. 3 വർഷം നമ്മളെ കൊണ്ടു നടന്ന് അവരുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് ഒടുക്കം നമ്മൾ വലിച്ചെറിയുമ്പോൾ നമ്മൾ കിട്ടിയതും വാങ്ങിച്ച് മിണ്ടാതെ പോയിക്കൊള്ളും. അതാണല്ലോ പൊതുവെ നാട്ടിൽ നടക്കുന്നത്. അതായിരിക്കും നമ്മളും വിചാരിച്ചത്. പക്ഷേ ഈ കേസിൽ ഇതങ്ങനെ വിട്ടുകളയാൻ എനിക്ക് ഉദ്ദേശമില്ല. എൻ്റെ ഫോണിൻ്റെ ക്യാമറ ആൻഡ് മൈക്ക് ക്വാളിറ്റി വളരെ മോശമാണ്. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഉള്ളത് വെച്ച് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. 25-ാം തീയതി രാവിലെയാണ് എന്നെ ബ്ലോക്കാക്കിയിട്ട് ഈ പെൺകുട്ടി പോകുന്നത്. 24-ാം തീയതി രാത്രി എറണാകുളത്തുള്ള എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിക്ക് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചിരുന്നു. ഏട്ടനെ നോക്കിക്കൊണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവക്കെന്നത് മനസ്സിലായില്ല. പിന്നീട് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന 6-7 മാസത്തിൽ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഒരു ബന്ധവും ഇല്ല, എന്നിൽ നിന്ന് മാറി നിൽക്കാൻ പോക്കുകയാണെന്നൊക്കെ പറയുന്ന പെൺകുട്ടി മനസ്സിലായി ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ്. അവൾക്കറിയാം അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ വീഴുന്നു. എന്നിട്ടും എന്നെ വീഴ്ത്താൻ വേണ്ടി ചെയ്തില്ലേ ഇതൊക്കെ. എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. 1 മാസം എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഒരു റോബോട്ടിനെ പോലെ വർക്ക് ചെയ്യുവാണ്. ഞാൻ സൗദിയിൽ റിയാദിൽ ഹൗസ് ഡ്രൈവറാണ്. എൻ്റെ മേഡം ഓട്ടം വിളിക്കുമ്പോൾ പോകുന്നു, തിരിച്ചു വരുന്നു. അതിൽ കൂടുതൽ എന്താണ് ചെയ്യുന്നത്, എങ്ങോട്ട് പോകുന്നു, ബോധമില്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. എവിടെയും കൊണ്ട് ഇരിക്കുമോ, ക്യാമറയൊക്കെ കുറേ അടിച്ചിട്ടുണ്ട്, ശ്രദ്ധയില്ല, ഒരു കാര്യങ്ങളിലും മൈൻഡ് നിൽക്കുന്നില്ല. ഈവൻ ഞാൻ 1 മാസം മുമ്പ് പുള്ളിയെടുത്ത് ഫെബ്രുവരിയിൽ ഞാൻ പുള്ളിയെടുത്ത് കൂടെ ചോദിച്ചതാണ്, എനിക്ക് ഓഗസ്റ്റിൽ ലീവിന് നാട്ടിൽ പോകണം, എനിക്ക് വിവാഹം കഴിക്കാനാണ്. ചാറ്റൊക്കെ എൻ്റെ കൂടെ പുള്ളി കാണിച്ചുതരാം. പുള്ളി പറഞ്ഞു, നീ വന്നിട്ട് ഡിസംബർ ആകുമ്പോൾ 2 വർഷം ആകത്തുള്ളൂ, നിനക്കപ്പം പോയാൽ പോരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ ഡിസംബറിൽ പോവാം. ഇവിടുത്തെ ഞാൻ പറഞ്ഞാൽ ഡിസംബറിൽ നാട്ടിൽ വരുന്നുള്ളത്. പക്ഷെ അതുവരെ അത് കൊണ്ടുപോകാൻ കുട്ടിക്ക് താല്പര്യമില്ല. അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡിസംബറിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾ എന്നെ കെട്ടേണ്ടി വരും. അപ്പം അതിന് മുമ്പ് എന്നെ ഒഴിവാക്കി വിടാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ പിറക്കം നടന്ന് എന്നെ വിവാഹം കഴിക്കും ചേട്ടാ, ഏട്ടാ എന്നെ കെട്ടിയിട്ട് പോകും എന്നും പറഞ്ഞ് നടന്നതാണ്. അന്ന് ഞാൻ വിചാരിച്ചത് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ വിവാഹം കഴിക്കാം എന്നൊരിതായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? ഇതെന്നെ കളഞ്ഞിട്ട് വേറെ വല്ലവരും കൂടെ പോയാൽ ഉറപ്പായിരുന്നു. എന്നെക്കുറിച്ച് പറയുന്നതിൻ്റെ കുറേയേറെ വോയിസ് റെക്കോർഡിങ്ങുകൾ എനിക്ക് കിട്ടുകയുണ്ടായി. അതിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം മുമ്പ് പോലെ ആരും കേട്ടിട്ടുള്ള ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് ചേട്ടൻ അന്ന് ഒരു തെറ്റ് ചേട്ടൻ എന്താ എൻ്റെ അടുത്ത് ചോദിച്ചത്, നീ വേറെ ഏതെങ്കിലും ആളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരാളാക്കി മാറ്റിയില്ല നിങ്ങളൊക്കെ എന്നെ. സത്യാവസ്ഥ ഇങ്ങനെയൊന്നും അല്ല. എന്നാൽ സത്യാവസ്ഥ എന്തോന്ന് മോളെന്ന് പറ, ചേട്ടൻ കേൾക്കട്ടെ. എന്നിട്ട് കാണുന്നവർ തീരുമാനിക്കട്ടെ സത്യം ഏതാണ് കള്ളം ഏതാണ്. ഓക്കെ? എൻ്റെ അറിവില്ലാത്ത സമയത്ത് ഞാൻ പുള്ളിക്കാരനെ പ്രേമിച്ചു പോയി. പ്രേമിച്ചതിന് ശേഷമാണ് പിന്നീട് എനിക്ക്
ഏറ്റവും 18-19 വയസ്സുള്ള സമയത്താണ് ഞാൻ പ്രേമിക്കുന്നത്. ഈ 18-19 വയസ്സാണ് മോളെ ഈ അറിവില്ലാത്ത പ്രായം എന്ന് പറയുന്നത്. അതിനും 2 വർഷം മുമ്പ് +1 പഠിക്കുമ്പം പാരിപ്പള്ളി സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് ബോയ് ഫ്രണ്ടുമായിട്ട് കൊല്ലം വരെ ബസ്സിൽ പോയി ബീച്ചിൽ പോയി ഫുൾ ഡേ കറങ്ങാനും, അതും പലതവണ. അതിനൊക്കെ ഇതൊന്നും പ്രശ്നമല്ലായിരുന്നല്ലേ. ഇത് കഴിഞ്ഞ വർഷം പ്രശ്നമുണ്ടായപ്പോൾ നിൻ്റെ വീട്ടിൽ ഞാൻ തെളിവ് സഹിതം വിത്ത് ഫോട്ടോ പ്രൂഫ് സഹിതം കാണിച്ചപ്പോഴാണ് നിൻ്റെ വീട്ടുകാർ പോലും അറിയുന്നത്. ഇതൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് ഈ അറിവില്ലായ്മയൊന്നും പ്രശ്നമല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ മാത്രം അറിവില്ലാത്ത കൊച്ചായിപ്പോയി. മോള് പറ, ബാക്കി പറ, ഇനിയും കേൾക്കട്ടെ. ടൈമിൽ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാനും പോലും ഒന്നും ചെയ്തുമില്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പുള്ളി കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞതാണ്. ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് രണ്ടാമതൊരു മാരേജ് കഴിഞ്ഞിട്ട് അതിലൊരു കുഞ്ഞുള്ള ആളാണ്. ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുള്ളീനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് തുടങ്ങി. എനിക്ക് പറ്റത്തില്ല, പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇതൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ കൂടെ നിൽക്കണം, ഞാൻ വേറെ ആരെയും പ്രേമിക്കാനും പോലെ പുള്ളിക്ക് ഞാൻ കൂടെ നിൽക്കണം, ഈ ഒരു ആവശ്യം മാത്രമാണ് പറഞ്ഞത്. ഇത് നിന്നെ അറിയാവുന്നവരടുത്ത് നിനക്ക് വേണമെങ്കിൽ പറയാം. അറിയാവുന്നവരടുത്ത് പറയാൻ പറ്റുമോ നിനക്കിത്? എല്ലാവരും കേൾക്കട്ടെ നീ പറഞ്ഞത്. ഈ പെൺകുട്ടി എൻ്റെ കസിൻ സിസ്റ്റർ കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകളാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മുഴുവൻ ഫങ്ഷൻസിനും എല്ലാത്തിനും ഫുൾ ഫാമിലി ഈ കുട്ടി ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മാരേജിനും എല്ലാ കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട്. നിന്നെ അറിയാവുന്നവരടുത്ത് എനിക്കിങ്ങനെ പറഞ്ഞു കേൾക്കാൻ പറ്റും, അറിയാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഡീറ്റെയിലായിട്ട് പറയാം. ഞാൻ 2012 ഒരു വിവാഹം കഴിച്ചതാണ്. വലിയ ആഘോഷപൂർവ്വമായിട്ട് വീട്ടുകാരുടെയൊക്കെ ഇതായിട്ട് സകല ബന്ധുക്കളും വന്നുകൂടി. അന്ന് അവിടെ 2 ദിവസം തലേന്നും എൻഗേജ്മെൻറ്റിനും മാരേജ് റിസപ്ഷനും എല്ലാത്തിനും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ സഹോദരൻ്റെ കല്യാണം നടന്നത്. അവിടെയും വന്നിട്ടുണ്ട്. ഞാൻ 2ാമത് വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അടപടലം മൂഞ്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ വേറൊരു സഹോദരൻ്റെ മകളുടെ കല്യാണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടന്നത്. അന്ന് അവിടെ വന്ന എല്ലാവരും എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം എനിക്കെന്ത് സംഭവിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നെല്ലാവരും പറഞ്ഞു. വലിയ സംഭവമായതാണ്, നാട്ടുകാർക്ക് മുഴുവൻ അറിയാതെ. അന്ന് എല്ലാവരും എന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. 2 ദിവസം ഈ പെൺകുട്ടി അവിടെ ഫുള്ളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും വന്നായിരുന്നു. ഇവരുടെ ഫാദർ ഉൾപ്പെടെ പലരും എന്നെ കാണാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. ഞാൻ ആരെയും കാണാൻ തയ്യാറായില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. എന്നിട്ട് ഇതൊന്നും കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ നീ ആരുടെ പറയുന്നത്? നിനക്ക് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ ഫ്രണ്ട് എന്ന് പറയാൻ? ചെപ്പക്കുട്ടി അടിച്ചു വിളിക്കും. നീ പറഞ്ഞത് നിൻ്റെ സ്വഭാവവും എന്താണെന്ന് നിന്നെ അറിയാവുന്നവരും എല്ലാവരും മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഞാൻ കേൾപ്പിക്കുന്നത്. ഇവൻ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാവുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് ഒരു ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത്. എൻ്റെ വൈഫ് പോയതിനു ശേഷം ഞാൻ ഡിപ്രഷൻ അടിച്ച് കൊണ്ടാറടങ്ങി ഒരു 3-4 വർഷം എൻ്റെ റൂമിൽ. ഇതിൻ്റെ കുഴപ്പമായിരുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. എങ്ങോട്ടും പോകാതെ വളരെ ഡൗൺ ആയിട്ട് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്താണ് ഇവളും ഒക്കെ എൻ്റെ വീട്ടിൽ വരുന്നത്. അതിന് മുമ്പ് ഈ കുട്ടിയായിട്ട് ഞാൻ വലിയ കമ്പനി അല്ലായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം നമ്മളടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മളെ കണ്ട് ചിരിച്ചിട്ട് മാറിപ്പോവും, അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് നമുക്ക് തന്നെയായിരുന്നു അവളടുത്ത് റിയാക്ട് ചെയ്തിരുന്നത്. അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ചു, എൻ്റെ ഇൻസ്റ്റ ഐ ഡി വാങ്ങിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയി. ഞങ്ങൾ തമ്മിൽ അഫെയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞതാണ്, നമ്മൾ തമ്മിൽ 15 വയസ്സുള്ള ഡിഫറൻസ് ഉണ്ട്, ഞാൻ ഡിവോഴ്സ് ആയ വ്യക്തിയാണ്, എനിക്കൊരു കൊച്ചുണ്ട്. അതൊന്നും നോക്കുന്ന പ്രശ്നമല്ലായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് അതിനെ ഡിഫെൻഡ് ചെയ്തത് അവളുടെ അച്ഛനും അവളുടെ അമ്മയെ സെക്കൻഡ് മാരേജാണ്. അവർ തമ്മിലും 15 വയസ്സ് ഡിഫറൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ കസിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവമാണ്, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ഇതിന് സപ്പോർട്ടുമായിരുന്നു. ഇതിനെക്കാട്ടിയൊക്കെ ഉപരി ഗോപികയുടെ അച്ഛൻ അവളുടെ അമ്മയെ കെട്ടുമ്പോൾ വിവാഹം കഴിച്ച് വന്നത് ഞങ്ങളെ വീട്ടിലേക്കാണ്. ഏകദേശം 1 വർഷത്തോളം അവർ താമസിച്ചത് ഞങ്ങളെ വീട്ടിൽ തന്നെയാണ്. നമ്മളോട് അത്രയും അടുപ്പമുള്ള കുടുംബമാണ്, മനസ്സിലായോ? അപ്പം ഇവർ എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നീ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെയർ ചാറ്റിൽ നിന്ന് ഞാൻ അന്ന് അത്ര ഇഷ്യൂ നടന്നപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ നീ ഷെയർ ചാറ്റിലൊന്നും ഇനി വോയിസ് എടുക്കണ്ട,
നിനക്ക് 10,000 രൂപ വെച്ച് നിനക്ക് ഇങ്ങോട്ടേക്ക് തരാം. നീ എൻ്റെ അമ്മയടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ അമ്മയടുത്ത് വെച്ച് അതിനാണ് തെളിവുള്ളത്. അമ്മയ്ക്കും അച്ഛനും കിടന്ന് മെസ്സേജ് അവളെ ഇനി അതിനകത്ത് കയറ്റണ്ട, അവൾക്ക് 15,000 20,000 വേണമെങ്കിൽ ഞാൻ തരാം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2022 ഓഗസ്റ്റ് മാസം മുതൽ 2025 മാർച്ചിൽ ബ്രേക്കപ്പ് ആവുന്ന സമയം വരെ ഈ കുട്ടിയുടെ A to Z കാര്യങ്ങൾ ഞാനായിരുന്നു നോക്കിയിരുന്നത്. അവരുടെ വീട്ടിൽ സാമ്പത്തികമൊന്നുമുള്ള ഫാമിലി അല്ല. അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, വേറെ വരുമാനമോ കാര്യമൊന്നും ഉള്ള ഫാമിലി അല്ല. ഇവളുമായിട്ട് അഫെയർ ആവുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഇവളുടെ വീട്ടിൽ പോയി കാണുമ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഒരു റെഡ്മി 5,000 രൂപ സംതിങ് ആയിരുന്നു. അത് മാത്രം ഈ കണക്ക് ഞാൻ പെടുത്തുന്നില്ല, കാരണം അത് വാങ്ങിച്ചു കൊടുത്തത് എനിക്ക് സങ്കടം വന്നിട്ടാണ്. അത്രയും മോശപ്പെട്ട ഡിസ്പ്ലേ ഒക്കെ പൊട്ടി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അത്രയും ശോചനീയാവസ്ഥയിലുള്ള ഒരു പഴയ സാംസങ് ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമാണ്. നമ്മളൊക്കെ നല്ല ഫോൺ ഉപയോഗിക്കുമ്പം അങ്ങനെയാണ് ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അത് മാത്രം ഞാൻ ഈ കണക്കിൽ പെടുത്തിയിട്ടില്ല, അതിന് പെടുത്തത്തുമില്ല. ബാക്കി ഗൂഗിൾ പേ വഴി മാത്രം 2023 ഒക്ടോബറിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ കുട്ടി ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൂഗിൾ പേ ഒക്കെ സ്റ്റാർട്ടാക്കുന്നത്. ആ ടൈം മുതൽ കഴിഞ്ഞ മാസം വരെ 90,000 രൂപയുടെ അടുത്ത് ഒക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവൾ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്, അവൾ പഠിക്കുന്ന സമയത്ത് DMLT പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഫെസ്റ്റിവല്, കോളേജ് ഡേ, ഓണം, ക്രിസ്മസ് എന്ന് വേണ്ട സകല പരിപാടികൾക്കും ഡ്രസ്സ് എടുക്കുന്നത്, ബാഗ് വാങ്ങിക്കുന്നത്, ബുക്ക് വാങ്ങിക്കുന്നത്, ചാർട്ട് പേപ്പർ വാങ്ങിക്കുന്നത്. ഈവൻ ആ കോളേജിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിലോ തൊട്ടപ്പുറത്താണ്, വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമൃത കോളേജ് പാരിപ്പള്ളി DMLT. ഞാനാണ് പൊയ്ക്കൊണ്ടിരുന്നത്, അല്ല വീട്ടുകാർ വരും പോത്തില്ലായിരുന്നു അങ്ങോട്ട്. എറണാകുളത്തോട്ട് ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂവിന് ചിലവായ തുക, ട്രെയിൻ ടിക്കറ്റ്, അല്ലാതെ വരാൻ വേണ്ടി കൈ കൊടുത്ത പൈസ, അവിടുത്തെ ഹോസ്റ്റൽ ഫീസ്, അവിടെ വന്നിട്ട് ഹോസ്റ്റൽ റൂമിലേക്കുള്ള സാധനങ്ങൾ, ബെഡ്, ബക്കറ്റ് എന്ന് വേണ്ട സകല സാധനങ്ങൾ. ഇവൻ ഈ പ്രശ്നം ഉണ്ടായി തുടങ്ങിയതിന് ശേഷം പോലും എൻ്റെ അടുത്ത് മൊബൈൽ റീചാർജ് ചെയ്താടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ലോൺ അടയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ ഞാനായിട്ട് അവൾക്ക് അങ്ങോട്ട് ദാനം കൊടുത്തതൊന്നുമല്ല. ഇതൊക്കെ ഞാൻ കൊടുത്തത് എൻ്റെ പെണ്ണ് എന്ന രീതിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ വേറൊരു രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. മോള് ബാക്കി പറ, ചേട്ടാ കേൾക്കട്ടെ. കാരണം എൻ്റെ അച്ഛൻ ആ സമയത്ത് ജോലിയിലായിരുന്നു. ഞാൻ ആ ടൈമിൽ ഷെയർച്ചാൽ വോയിസ് എടുത്താണ്. ഞാൻ സത്യം പറയാം, ഞാൻ പഠിക്കുന്ന സമയമാണ്. ലാബിൽ പോകുമ്പോൾ എനിക്ക് 500 രൂപയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ 500 രൂപ കൊണ്ട് വീട് ചിലവ് നടക്കുമോ? ഇല്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഗുളിക വാങ്ങുന്നതും തന്നെ ആ പൈസ തീരും. അവരുടെ അവസ്ഥയാണ് അവളി പറയുന്നത്. പക്ഷേ അച്ഛനും അമ്മയും ഗുളിക കഴിക്കുന്നു എന്ന കാര്യം പറഞ്ഞു. നീ എന്തുകൊണ്ട് നീ ഗുളിക കഴിക്കുന്നുള്ള കാര്യം വിഴുങ്ങിയത്? തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, അലർജിയുടെ ഗുളിക കഴിക്കുന്നുണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാസം എത്ര രൂപയാകുമെന്ന് അറിയാമല്ലോ. ഇതൊക്കെ ആരാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ? എവിടുന്നാണ് നിനക്കുള്ള പൈസ? അപ്പം ഞാൻ അത്യാവശ്യം ഷെയർച്ചാലിൽ വോയിസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, പുള്ളിക്കാരൻ ഇങ്ങനെ അതിനകത്ത് വോയിസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് 20,000 രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് അങ്ങനെയാണ് പുള്ളിക്കാരനായിട്ട് തന്നതാണ്, ഞാനായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. നീ ആയിട്ട് എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നത് കാണണോ നിനക്ക്? അതിൻ്റെ ചാർജ് എൻ്റെ കിടപ്പുണ്ട്. ഏട്ടാ, ഈ മാസം എനിക്ക് ഇത്ര രൂപ വേണം, ഇത് എന്ന് പൈസ തരും? എൻ്റെ അമ്മയ്ക്ക് 2,000 രൂപ അയച്ചു കൊടുക്കുക, വല്ലപ്പോഴും അവർക്കൊന്ന് പൈസ അയച്ചു കൊടുക്കുക, അത് ചെയ്തുക ഇത് ചെയ്തുക എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും നീ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് ഇവൻ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു തരുന്നതും എല്ലാം. നീ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ ഞാനായിട്ട് ഇന്ന് വരെ നിനക്കൊരു സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വാങ്ങിച്ചിരുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നീ ആവശ്യപ്പെട്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഇവൻ ഷെയർ ചാറ്റിലെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറയാം. ഷെയർ ചാറ്റ് ഉപയോഗിച്ച് തുടങ്ങി, അതിനകത്ത് റൂംസും കാര്യങ്ങളുണ്ട്, അവിടെ RJ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അത്യാവശ്യം ഒന്ന് പേരായി വന്നു തുടങ്ങിയപ്പോൾ തന്നെ കൊച്ചിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഒരുപാട് ആൾക്കാർക്ക് കമ്പനിയായി. ഇവൻ രാത്രി വീട്ടുകാർ ഇവർ 3 പേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഒരു റൂമേ ഉള്ളൂ വീട്ടിൽ കിടക്കാൻ. അച്ഛനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ ഇവിടെ സൈഡ് ചെയ്യുന്നുണ്ട്. പലരെയും കോൾ ചെയ്യാൻ തുടങ്ങി, പലതരത്തിലുള്ള സംസാരം തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടി ഒരു പുള്ളിയായിട്ട്, ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല,
ഒരു ബന്ധം സ്ഥാപിച്ചു. എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിക്കുന്ന കൊച്ച് ക്ലാസ്സിന് പോകുമ്പോഴും വരുമ്പോഴും എന്നെ മാത്രം വിളിക്കുന്ന കൊച്ച് പകുതി വഴിക്ക് വെച്ച് കോള് കട്ട് ചെയ്യാനും പകുതി വഴിക്ക് വെച്ച് വിളിക്കാനും തുടങ്ങി. എൻ്റെ അടുത്ത് തറുതല പറയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേൾക്കാതായി തുടങ്ങി. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. ഒരു ദിവസം രാവിലെ ഞാൻ അവളുടെ ഫോണിൽ ഇവിടെ ഇറങ്ങുന്ന ടൈം നോക്കിയിട്ട് വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ്. ഞാൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഏത് ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞ് കോള് കട്ടാക്കി. അന്ന് തന്നെ വഴക്കായി. നമ്പർ ഞാൻ പറഞ്ഞ് തരത്തില്ല, നീ എന്തിനാണ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നീ ആരാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഞാനത് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഫോൺ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു മോനെ ഞങ്ങൾ പറഞ്ഞ അവൾ കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞു ആൻറ്റി ഫോൺ വാങ്ങിച്ചു വയ്ക്കാൻ പറഞ്ഞു. വന്നപ്പോൾ അവർ ഫോൺ വാങ്ങിച്ചു വെച്ചു. അവൾ പോയി എടുത്തുകൊണ്ട് പോകും എനിക്കറിയാവുന്നുണ്ട്. അന്ന് തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് ആ ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ അനിയനെ കൊണ്ട് ആ ഫോൺ ഫുള്ള് ചെക്ക് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ ഫുൾ ഡേറ്റയും എല്ലാം എടുത്ത് അവരെ വീട്ടുകാരെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് ബോധ്യമായത് മകൾ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവൾ കമ എന്ന അക്ഷരം വേണ്ടിയിട്ടില്ല. അതോടുകൂടി ഷെയർ ചാറ്റ് ബാക്കി സംഭവങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുതിയ സിമ്മും എടുത്തു. പഴയ എല്ലാം ഐഡൻറ്റിറ്റി ഫുള്ള് ചേഞ്ച് ചെയ്തു. പഴയ ഇൻസ്റ്റാഗ്രാം എല്ലാം ചേഞ്ച് ആക്കി കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഇതാക്കി മാറ്റിയിട്ട് ഈ പ്രശ്നം ഉണ്ടായി 3-ൻ്റെ അന്ന് രാവിലെ കോളേജിന് പോകുമ്പം ഒരു ഉളുപ്പും ഇല്ലാതെ എന്നെ പഴയതുപോലെ വിളിച്ച് പഴയതിനെക്കാട്ടി സ്നേഹത്തോടെ സംസാരിച്ചു. അതിനെക്കാട്ടിയും കൂടുതൽ കമ്പനിയായി. അതൊക്കെ എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു. കാരണം ആ ഒരു ടൈമിൽ അവളവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും പുതിയ ആൾക്കാരായി, പുതിയ ഫ്രണ്ട്സായി, പുതിയ കാമുകനാവുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാഷ്വൽ ടീമാണ്. ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നല്ല ഗിഫ്റ്ററാണ് പുള്ളി. അപ്പം ആ ലെവലിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിരുന്നു. അതെല്ലാം പോയപ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ വീണ്ടും എൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെയും പഴയത് കണക്ക് മുടിഞ്ഞ പ്രേമമായിരുന്നു. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പലതവണ പുള്ളിയുടെ ആ കയ്യിൽ നിന്ന് പോരാൻ നോക്കി. എനിക്ക് കാരണം പുള്ളി ഒരുമാതിരി സൈക്കോ പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. പക്ഷെ പുള്ളിക്കാരന് 1 വർഷം ഞാൻ കൂടെ നിൽക്കണം, നാട്ടിൽ വരുന്നവരെ ഞാൻ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിയുന്നത് ഞാൻ കല്യാണം കഴിയുന്നവരെ പുള്ളിയുടെ കൂടെ നിൽക്കണം, പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ വേണം, അങ്ങനത്തെ ടോക്കൊക്കെ ആയപ്പോൾ ഞാൻ പതിയെ മാറിത്തുടങ്ങി. ഈ പതിയെ എൻ്റെ അടുത്ത് നിന്ന് മാറിത്തുടങ്ങി എന്ന് പറയുന്ന നീ ഈ കഴിഞ്ഞ മാസം വരെ എൻ്റെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ചാറ്റ്, കോൾ ഹിസ്റ്ററി, ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് എല്ലാം എൻ്റെ കിടപ്പുണ്ട്. ജാനുവരി 26-ാം തീയതിയാണ് നമ്മൾ തമ്മിൽ ഞാൻ ഡിസംബറിൽ ലീവിന് നാട്ടിൽ വരുമ്പോൾ നമുക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഡയലോഗ് ഞാൻ പ്രഗ്നൻ്റ് ആവാതെ നോക്കണേടാ വ്യക്തമായിട്ട് കിടപ്പുണ്ട് ചാറ്റിനകത്ത്. അതിനുശേഷം ഇവൻ മാർച്ച് 10-ാം തീയതി വരെ ഞങ്ങൾ തമ്മിൽ ലേറ്റ് നൈറ്റ്സ് കോൾസ്, ചാറ്റ് കാണുമ്പോൾ മനസ്സിലാവും എന്തോന്നുള്ളത് ഉദ്ദേശം. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചു വരും. കണ്ണൊക്കെ പൊത്തി മുത്തേ പൊന്നി ചക്കരി എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. ഇവൻ ഹോസ്റ്റലിൽ റൂംമേറ്റ്സ് നാട്ടിൽ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ എല്ലാ ആഴ്ചയും നാട്ടിൽ പോകത്തില്ല. അപ്പം ബാക്കി പിള്ളേർ നാട്ടിൽ പോകുമ്പം സൺഡേ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, വേറെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൂഫ് എൻ്റെ കിടപ്പുണ്ട്. എല്ലാം വ്യക്തമായിട്ട് തെളിവുണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് നല്ലതുപോലെ അറിയാം ഇത്തരം കാര്യങ്ങൾ വെറും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പണിയാവും എന്നുള്ളത്. വ്യക്തമായിട്ട് തെളിവ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. ഇല്ലാത്തൊരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. എന്നിട്ടും പുള്ളിക്കാരൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് 2-3 ലോൺ എടുപ്പിച്ച്. പുള്ളിക്കാരൻ എന്നെ കുറേ പൈസ ഒന്ന് സഹായിച്ചതായതുകൊണ്ട് ലോൺ എടുത്ത് കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ പോയി. ഞാൻ ലോൺ എടുത്ത് കൊടുത്തു. ആ ലോൺ ഇപ്പം എൻ്റെ പേരിലാണ്. പുള്ളിക്കാരൻ ഇപ്പം എനിക്ക് പൈസ തരാറില്ല. ആ പൈസ ഞാനായി അടയ്ക്കണം. ഈ 2-3 ലോണൊന്നുമില്ല, 2 ലോൺ. അതിൽ ഒന്ന് ആദ്യത്തേത് അവളുടെ വീട്ടിൽ TV എടുത്തത്. അതിൻ്റെ 1700 വെച്ച് 5 EMI ഞാൻ അടച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ ലോൺ എടുത്തായിരുന്നു. ജാനുവരി 29 തോന്നുന്നു 24,000 രൂപ കണ്ട് അവളുടെ അക്കൗണ്ടിൽ കണക്ട് ആയി. അതിൽ നിന്ന് 5,000 രൂപയാണ് എനിക്ക് അയച്ചു തന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ബാക്കി പൈസ അവൾ ATM വിഡ്രോവൽ ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ അവളുടെ അമ്മയുടെ മാല പണയം കൊടുത്തതും ബാക്കി പൈസ അവൾ ചിലവാക്കിയതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവളുടെ പാരിപ്പള്ളി സ്റ്റേറ്റ് ബാങ്ക് അവിടുത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തൊക്കെ അറിയാൻ പറ്റും. ജാനുവരി,
പൈസ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് അവിടെ. പൈസ അവിടുന്ന് പറഞ്ഞിങ്ങോട്ട് വരത്തില്ലല്ലോ. അത് എനിക്ക് വ്യക്തമാക്കി തരണം. ഞാൻ വെല്ലുവിളിക്കുവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നീ പറഞ്ഞതുപോലെ ആ പൈസ മുഴുവൻ ഞാൻ കൊണ്ടുപോയി എന്ന് നിനക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? സ്ഥാപിച്ചു കാണിക്കുക. 5000 രൂപ എനിക്ക് തന്നെങ്കിൽ 2700 വെച്ച് 2 മാസത്തെ EMI ഞാൻ അടച്ചിട്ടുണ്ട് എൻ്റെ. അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് പുള്ളിക്കാരന് ഒട്ടും എനിക്ക് പറ്റത്തില്ല പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്കിത് നിർത്തുവാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ റിലേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ അമ്മ സത്യമായിട്ടും എനിക്കൊരു റിലേഷൻ ഇല്ല. ഞാനത് എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. എനിക്ക് റിലേഷൻ ഇല്ല. പിന്നെ വേറെ റിലേഷൻ ഇല്ല എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയാൻ എൻ്റെ അടുത്ത് തെളിവുകളില്ല. ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായപ്പം കുറേ സ്ക്രീൻ റെക്കോർഡിംഗ് ഡിലീറ്റ് ആയി കളഞ്ഞു. സാരമില്ല, ഞാൻ റിക്കവർ ചെയ്യുന്നുണ്ട്. റിക്കവർ ചെയ്തിട്ട് ആ തെളിവുകളുമായിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. റിക്കവർ ചെയ്താൽ കിട്ടും, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാം. എന്നാലും ഇപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫെബ്രുവരി അവസാനത്തോടു കൂടിയാണ് ഇവളുടെ കൂടെ വർക്ക് ചെയ്തൊരു പയ്യൻ. ആ പയ്യൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. ആ പയ്യൻ ഇവക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ട് ഇവിടുത്തെ ചോദിക്കുന്നുണ്ട്, ഇതാണ് നിൻ്റെ ബോയ് ഫ്രണ്ട്? അവൾ പറയുന്നല്ല, ഇതിൻ്റെ ചേട്ടനാണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞത്. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടി കേരള മാട്രിമോണിയിലുള്ള ഒരു സ്റ്റാഫുകളെടുത്ത് അവർക്ക് അഫെയറുള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല. 1-2 അടുത്ത ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇല്ലെന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതിനുശേഷം ഈ പയ്യനോട് ഞാൻ കൂടുതൽ കമ്പനിയായി. അപ്പോൾ ഞാനൊരു സമയത്ത് പറഞ്ഞു ഞാനാണ് അവളുടെ ബോയ് ഫ്രണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എനിക്ക് തോന്നിയായിരുന്നു. കാരണം ചേട്ടാ ഇത്രയും ഇതായിട്ട് അവളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പം എനിക്കന്ന് ഡൗട്ട് തോന്നിയായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ ചാറ്റ്സൊക്കെ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്, വോയിസ് റെക്കോർഡിങ്സ് ആണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അവൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. കൊച്ചു പെട്ടെന്നങ്ങ് വല്ലാതങ്ങായിപ്പോയി. ഇൻസ്റ്റാഗ്രാം കോളിലായിരുന്നു. എൻ്റെ അടുത്ത് എന്ത് പറ്റി? അപ്പോഴാണ് പറയുന്നത് എനിക്ക് അവൻ്റെ അടുത്ത് ഇഷ്ടമായിരുന്നടാ. പിന്നെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര പ്രേമമായിരുന്നു. ഞാൻ അവൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ട് എൻ്റെ ചെക്കനാണ്, അവൻ എൻ്റെ ചെക്കനാണ് എന്ന രീതിക്കൊക്കെ ഞാൻ പറയുമായിരുന്നു. അവൾ എൻ്റെ അടുത്ത് പറയുന്നു. എനിക്ക് എങ്ങനെ ഫീലാവും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ റിക്കവർ ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത മാസം ഉടനെ ഉണ്ടാവും. അത് ചെറിയ സാമ്പത്തികത്തിൻ്റെ ഇഷ്യൂ കാരണം നിൽക്കുവാണ്. ബാക്കി ഇതിനെക്കുറിച്ച് അപ്പം പറയാം. എനിക്ക് കുറച്ച് എന്താ പറയുക, എനിക്ക് കുറച്ച് എയിംസ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ സത്യം പറയാലോ ചേട്ടാ, ഇന്നേ വരെ ഞാൻ പിരിഞ്ഞ് നിന്നിട്ടില്ല. ഈ പിരിഞ്ഞ് ഞാൻ ഈ എറണാകുളത്ത് നിന്ന് ജോലി ചെയ്യുന്നത് പോലെ എൻ്റെ അച്ഛനും അമ്മയും സേഫ് ആക്കണമെന്നുള്ള ഒറ്റ കാരണം ഉണ്ടാവും. ഞാൻ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാനാണ്, എനിക്കൊരു ആവശ്യമില്ല. അങ്ങനെ പോകുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ പോകാറുള്ളൂ. എൻ്റെ പിറകെ എത്ര ആൺപിള്ളേർ നടന്നതാണ്, ഞാൻ വീണിട്ടില്ല. എൻ്റെ മെച്യൂരിറ്റിയിൽ അഭിപ്രായത്തിൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. കൊച്ചിനിപ്പം മെച്യൂരിറ്റി ഒന്നാണ് വിചാരം. ഒരു 2 വർഷം കൂടി കഴിയുമ്പോഴേ ഇത് തന്നെ പറയണം കേട്ടോ. പിന്നെ അവളുടെ എയിംസ് ആ പറഞ്ഞ മാത്രം സത്യമാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നല്ല രീതിക്ക് ആവണം, വീട്ടുകാരെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതിന് കൂടെ നിന്ന് എനിക്കിട്ട് തന്നെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ കാണിക്കണം. പുള്ളി അവോയ്ഡ് ചെയ്തതിന് ശേഷം പുതിയ ആദ്യമൊക്കെ കരഞ്ഞ് ഒരുമാതിരി അങ്ങനത്തെ വോയിസൊക്കെ ഇട്ട് തുടങ്ങി, സെൻറ്റിമെൻ്റലായിട്ട്. ഇതും സത്യം. ഫെബ്രുവരി 23-ാം തീയതിയാണെന്ന് തോന്നുന്നു എനിക്കത് മനസ്സിലായത്. കൊച്ചു പെണ്ണും കൈവിട്ട് പോകാൻ തുടങ്ങി. അന്ന് പോലാണ് ഞാൻ പാനിക്കാവാൻ തുടങ്ങിയത്. വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാൻ തുടങ്ങിയതൊക്കെ അന്ന് മുതലാണ്. പക്ഷെ അതിന് മുമ്പ് വരെ ഉള്ള കാര്യങ്ങൾ ഇവൻ അതിന് ശേഷവും എൻ്റെ അടുത്ത് കൊച്ചിക്കുഴയാൻ വന്നിട്ടുണ്ട്, പലതും കാണിക്കാൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് മാർച്ച് 15-16 വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് പിണങ്ങുമെങ്കിലും വീണ്ടും അടുത്ത് വരും. ഇപ്പം എനിക്ക് നല്ല പ്രതീക്ഷ തരും, വീണ്ടും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അതിൽ ഞാൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തു. അതിൻ്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യം ഞങ്ങൾ തമ്മിൽ ഏകദേശം പിരിയുന്ന ഒരു ഘട്ടം എത്തിയ സമയത്ത്, ആ സമയത്ത് പോലും ഞാൻ അത്രയും ഭ്രാന്ത് പിടിച്ച് കിടക്കുവാണ്. നമ്മൾ കൈവിട്ട് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ആ സമയത്ത് പോലും ഇവള് പല ദിവസങ്ങളിൽ എനിക്ക് മിണ്ടായിരുന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ നെറ്റ് തയ്യാറായി,
ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല, എനിക്ക് നിന്നെ ആർക്കും വിട്ടെടുക്കാൻ എനിക്ക് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ എന്നെ അൺബ്ലോക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. നീ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? ശരിക്കും പറഞ്ഞാൽ അവിടെ മുതലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവള് എന്നെ എന്തായിട്ടാണ് കണ്ടിരുന്നത്. ഞാനൊരു പണം കായ്ക്കുന്ന മരം മാത്രമായിരുന്നു. അവിടെ ഇങ്ങനെ തട്ടുമ്പോൾ അതിന് കൊഴിഞ്ഞു വീണോണ്ടിരിക്കണം. എന്നാൽ അവളുടെ ബാക്കി കാര്യങ്ങൾക്ക്, അവളുടെ ലൈഫിന്, ബാക്കി എല്ലാത്തിനും വേറെ ആൾക്കാരെ വേണം. ഇത് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? മാനസികമായിട്ട് അത്രയും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമായിരിക്കും ഒരുപക്ഷെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും എല്ലാവരെയും കേൾപ്പിച്ചിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ ഭയങ്കര ദേഷ്യം വരും. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവളുടെ പല രീതിയിലുള്ള ഫോട്ടോസോ വീഡിയോസോ പുറത്താക്കി അവിടെ നശിപ്പിക്കുമെന്നോ ലീക്ക് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത്തരക്കാരനല്ല എന്ന് അവളത് പറയുന്ന വീഡിയോ ഓഡിയോ റെക്കോർഡിങ് വാട്സാപ്പിനകത്ത് എൻ്റെ കിടപ്പുണ്ട്. അത്തരം പരിപാടി ചെയ്യാൻ മാത്രം ചിറ്റയല്ല ഞാൻ എന്ന് പറയുന്നത്. ഞാൻ അവളുടെ ആകെ പറഞ്ഞത്, നീ എന്നെ വിട്ടു പോവുകയാണെങ്കിൽ ഇത് ഞാൻ എല്ലാവരും അറിയിക്കും, നീ എന്നെ പറ്റിച്ചു, എൻ്റെ വീട്ടിലറിയിക്കും, എൻ്റെ കുടുംബത്തിലറിയിക്കും, ഞാൻ പോലീസിൽ കേസ് കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നീ അങ്ങനെ പോവുകയാണെങ്കിൽ, എന്നെ പറ്റിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും ഞാൻ അവിടുത്തെ പറഞ്ഞിട്ടില്ല. പിന്നെ അവളുടെ വീട്ടുകാരടുത്തും ഇതുവരെ ഞാൻ മോശമായിട്ടൊരു വാക്ക് അങ്ങോട്ട് വേണ്ടിയിട്ടില്ല. പക്ഷെ അവളുടെ അമ്മ നല്ല പച്ചത്തെറി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ച മൊത്തം എൻ്റെ കിടപ്പുണ്ട്. തിരിച്ച് ഞാൻ ഇപ്പോഴും ആൻറ്റി തന്നെ വിളിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചാണ്, ഇത്രയും മോശപ്പെട്ട രീതിയിൽ ആൻറ്റി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും തിരിച്ച് മോശമായിട്ടൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അതെൻ്റെ മര്യാദ. പിന്നെ അതിനുശേഷം ഇപ്പം എനിക്ക് പുള്ളിയുടെ അടുത്ത ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എന്തോ കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് കെയർ. കാരണം പുള്ളി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത വോയിസ്, എൻ്റെ ഫ്രണ്ട്സിനെ വോയിസ് മെസ്സേജ് അയച്ചത്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ വെച്ച് വരെ അവരുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്. അവരുടെ വോയിസ് ക്ലിപ്പുണ്ട്, എൻ്റെ അമ്മയുടെ വോയിസ് ക്ലിപ്പുണ്ട്, എൻ്റെ വോയിസ് ക്ലിപ്പുണ്ട്. എനിക്കൊരു പിണ്ണാക്കുമില്ല. എന്ത് നേരിടാൻ തരാം. എൻ്റെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം ഞാൻ ഇതൊന്നും കേട്ട് മേടിക്കില്ല. നിന്റെ ആവശ്യങ്ങൾക്ക് എന്നെ ഉപയോഗിച്ചിട്ട് ആവശ്യം കഴിഞ്ഞപ്പം വലിച്ചെറിഞ്ഞ് കളയാൻ ഞാൻ കറുകപ്പലൊന്നുമല്ല. എന്നെ നല്ല അന്തസ്സായിട്ട് നീ പറ്റിച്ചേണം. നീ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എന്നെ പറ്റിച്ചേണം. അതങ്ങനെ വെറുതെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഈ നാട്ടിൽ നിയമമുണ്ട്. നിയമപ്രകാരം ഒരുപാട് തിരക്കിട്ടാണ് ഈ തീരുമാനം എടുത്തത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാക്സിമം ഒരു കോംപ്രമൈസിനും തയ്യാറാകത്തില്ല. ഇതിന് മാക്സിമം എന്ത് പണിഷ്മെന്റ് നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റും. നീ 1 വർഷം ജയിലിൽ കിടക്കുവാണെങ്കിൽ എനിക്കത് മതി. അതിന് പകരം നീ എത്ര കേസ് കൊടുത്ത് എന്നെ 10 വർഷം ജയിലിൽ കിടത്തിയാൽ എനിക്കൊരു കുഴപ്പമില്ല. നീ 1 വർഷം ജയിലിൽ കിടക്കുന്ന എനിക്ക് കാണുന്നു. മനസ്സിലായോ? ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ സെയിം പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് ആണായാലും പെണ്ണായാലും തേപ്പ് എക്സ്ട്രീം ലെവലിൽ കിട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇതിന് പാഠമായിരിക്കണം. കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതെ പോയിരിക്കുക. അവളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞാണ്, ബ്രോ അവളെ വിട്ടുതരാം, അവളുടെ ഇഷ്ടത്തിന് പോട്ടെ, എന്തിനാ പുറകെ പോകുന്നത്? നമ്മൾ അത്രയും സമയവും അത്രയും പണവും നമ്മുടെ ജീവിതം ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവർക്ക് നൈസായിട്ട് കളഞ്ഞിട്ട് എളുപ്പമാണ്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവണം, ഒരു പാഠമാവണം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ആരെങ്കിലും ഒരാളെങ്കിൽ തേക്കാൻ പ്ലാൻ ചെയ്ത് തേക്കാൻ ഇറങ്ങുമ്പോൾ തേപ്പ് കിട്ടുന്നവന് അവർക്കെതിരെ പ്രതികരിക്കാനുള്ള ഗട്ട്സ് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കുക, എല്ലാം സ്ട്രോങ് ആയിട്ട് നേരിടുക. നിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകളിൽ എൻ്റെ സൗണ്ടല്ലേ ഉള്ളത്. ഞാൻ എന്തൊക്കെയാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിന്റെ കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുള്ളത്, വീട്ടുകാരടുത്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഫുൾ വോയിസ് എൻ്റെ കിടപ്പുണ്ട്. ഞാൻ മൊത്തം കേട്ട് നോക്കിയതാണ്. അതുമൂലം എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോയി കഴിഞ്ഞാലും നിന്നെ ഇതിൽ നിന്നും അങ്ങനെ ഊരിപ്പോകാൻ സമ്മതിക്കത്തില്ല. എക്സ്ട്രീം ലെവലിൽ നിയമപരമായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്തിരിക്കും. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇതിനുവേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏതറ്റം വരെയും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ പോകുന്നതായിരിക്കും.
കാരണം ഇത് എല്ലാ മലയാളികൾക്കും, എല്ലാ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ബാധകമായ, എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കുന്ന ഒരു ട്രോമയാണ്. ഗോപികയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ വിളിച്ച് പലതിനും പ്രേരിപ്പിക്കുകയും ചില സമയങ്ങളിൽ അപാരമായ പ്രണയത്തോടെ എന്നോട് സംസാരിക്കുകയും മറ്റ് പലതിനും എന്നെ പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ചാറ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ എവിടെയാണ് അവൾ ഇതിൽ നിന്നും മാറി നിൽക്കുവാനോ എന്നെ ഒഴിവാക്കാനോ ശ്രമിക്കുന്നതായി കാണാൻ കഴിയുന്നത്? ഈ ചാറ്റുകളിൽ സഭ്യമായ രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുന്നത് മാത്രമാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. ഇതുപോലെ പബ്ലിക്കായി കാണിക്കാൻ പറ്റാത്ത ചാറ്റുകൾ ഇതിലും കൂടുതലുണ്ട്. അത് ഞാൻ കാണിക്കേണ്ട സ്ഥലങ്ങളിൽ തെളിവിന് വേണ്ടി കാണിച്ചുകൊള്ളാം. മാർച്ച് 25 എന്നെ ബ്ലോക്കാക്കി പോയവൾ മാർച്ച് 12 വരെ എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. കഴിഞ്ഞ 6 മാസത്തിൽ കൂടുതലായി എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എന്നെ അകറ്റി നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഗോപികയും ഞാനും തമ്മിൽ കഴിഞ്ഞ മാസം വരെ എത്രത്തോളം പ്രണയത്തിലായിരുന്നു എന്നത് ഈ ചാറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഗോപിക എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ആദ്യ സിഗ്നൽ എനിക്ക് കിട്ടിയത് ഫെബ്രുവരി 23 അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനെന്ന വ്യക്തിയുമായിട്ടുള്ള പ്രണയം ഓഫീസിൽ ഉള്ള എല്ലാവരിൽ നിന്നും അവൾ മറച്ചു വച്ചിരിക്കുകയാണെന്ന്. അതെനിക്കൊരു ഷോക്കായെങ്കിലും എന്നെ അന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവളെ കൊണ്ട് കഴിഞ്ഞു. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, കാര്യങ്ങൾ പഴയ കണക്കായിരുന്നു. പിന്നീട്, അതായത് മാർച്ച് 19 എന്നെ ബ്ലോക്കാക്കി പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് അവൾ എൻ്റെ അടുത്ത് പറയുന്നത് ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാമെന്ന്. എന്നോട് ആവശ്യപ്പെട്ടത് അവൾക്ക് വേറെ പ്രണയിച്ച് വിവാഹം കഴിക്കണം, ഞാനും വേറെ വിവാഹം കഴിക്കുക, എന്നാൽ ഞാൻ അവളെ വിട്ട് പോകാൻ പാടില്ല താനും. അതെനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് എന്തിനെന്ന് മനസ്സിലായത്. ഞാൻ അവളെ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു കുറവും വരില്ലല്ലോ. എന്നാൽ അതിനുശേഷം പിന്നീട് ആ ബന്ധം തുടരാൻ അവൾ താല്പര്യം കാണിച്ചില്ല. എന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. ഡിസംബർ വരെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത് നേരിട്ട് വരുമ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായത് കൊണ്ടാണ്. പക്ഷേ മാർച്ച് 25 ആ വിശ്വാസം അവസാനിച്ചു. എൻ്റെ കയ്യിൽ നിന്നും അവളായിട്ട് പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ ഗോപിക കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം എന്നോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ചാറ്റുകൾ. കഴിഞ്ഞ 3 വർഷത്തെ അവളുടെ മൊബൈൽ റീചാർജ് വരെ ഇതിൽപ്പെടും. എറണാകുളം വന്നതിനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ സകല ചെലവുകളും വന്നതിന് ശേഷം പിരിയുന്നത് വരെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. അത് മുഴുവൻ അവൾ തന്നെ എന്നോട് ആവശ്യപ്പെട്ടതാണ്. കൂടാതെ അവൾക്ക് ഡിഗ്രിക്ക് പഠിക്കണം എന്ന ആവശ്യവും എന്നോട് ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതും എൻ്റെ പെടലേക്കാകുമായിരുന്നു. നാളിതുവരെ അവൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാം തന്നെ ഞാൻ അവൾക്ക് വാങ്ങി നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് 2021 ഒക്ടോബർ മുതൽ ഉള്ളത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഈ പണം മുഴുവൻ അവൾ എന്നോട് മാസാമാസം ഇത്ര രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മുഴുവൻ ചാറ്റും ഞാൻ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് ചാറ്റുകളും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും വേറെയും ഉണ്ട്. പോലീസിലും കോടതിയിലും ഞാനിത് തെളിവായി കാണിക്കുന്നതും ആയിരിക്കും. ശരിക്കും ഞാൻ അവൾക്ക് ആരായിരുന്നു? കാമുകനായിരുന്നോ? അതോ പണം കായ്ക്കുന്ന മരമോ? എനിക്കിപ്പോഴും അറിയില്ല ഇതിൻ്റെ ഉത്തരം. പക്ഷേ ഇതുകൊണ്ട് ഒരു കാര്യം ഞാൻ പഠിച്ചു: ഒറ്റ ഒരുത്തനെ നമ്പരുത്, ആണായാലും പെണ്ണായാലും. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. അതിൽ ഇനിയൊരു മാറ്റം ഉണ്ടാവുകയുമില്ല.